വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 14, 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അതിഥിക്കും ആതിഥേയനും ഉപദേശം. ക്ഷണിക്കപ്പെട്ടവൻ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത്. ഒരു പക്ഷേ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളെ 2 പേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും. അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കും. അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക. ആതിഥേയൻ വന്ന് നിന്നോട്, സ്നേഹിത, മുൻപോട്ട് കയറിയിരിക്കുക എന്ന് പറയും. അപ്പോൾ നിന്നോട് കൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുൻപാകെ നിനക്ക് മഹത്വമുണ്ടാകും. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെ ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു, നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത്. ഒരു പക്ഷേ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. ജീവിത വ്യാപാരങ്ങളിൽ പ്രകടമാകേണ്ട വിവേകവും ഔചിത്യബോധവും. സ്വന്തം ജീവിത അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലൂടെയാണ് യേശുവിന്റെ പഠനങ്ങളിൽ ഏറിയ ഭാഗവും ഉരുത്തിരിഞ്ഞു വരുന്നത് എന്ന് സൂക്ഷ്മ നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇന്ന് നാം ഇപ്പോൾ ഇവിടെ വായിച്ച സുവിശേഷം ഭാഗം തന്നെ അതിനെ ഒന്നാന്തരം ഉദാഹരണമായിട്ട് നമുക്കെടുക്കാം. ക്ഷണമനുസരിച്ച് യേശു ഒരു സമ്മേളനത്തിൽ സംബന്ധിക്കാൻ പോയി കാണണം. ആ സമ്മേളന വേദിയിൽ യേശുവിന്റെ അനുഭവം, ആ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവരായിട്ട് വന്നെത്തിയ ഓരോരുത്തരും മുഖ്യസ്ഥാനം സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള അതിരുവിട്ട ഒരു ശ്രമം യേശു നിരീക്ഷിച്ചു കാണും. ഈ നിരീക്ഷണമാണ് തക്കതായിട്ടുള്ള സമയത്ത് ഇന്നത്തെ സുവിശേഷത്തിലൂടെ പ്രത്യക്ഷമാകുന്ന തന്നെത്താൻ ഉയർത്തപ്പെടുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യുമെന്ന വിശ്വപ്രഖ്യാപിതമായ ആ പഠനങ്ങൾക്ക് രൂപം നൽകാൻ ഇടവന്നത് എന്നുള്ളതാണ് സത്യം. യേശു അവസരോചിതമായി ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും ഒരു സമ്മേളനത്തിലോ സദ്യക്കോ വിരുന്നിനോ ക്ഷണിക്കപ്പെടുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെന്ന് അവിടുത്തെ മുഖ്യസ്ഥാനത്ത് ഉപവിഷ്ടരാകാൻ ശ്രമിക്കരുത്. ഒരുപക്ഷെ നിങ്ങളെക്കാൾ പ്രാധാന്യമേറിയ ആളുകൾ ക്ഷണിക്കപ്പെട്ടവരായിട്ട് അവിടെ വന്നെത്താൻ ഉണ്ടാകാം. അവരുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ഇരിപ്പിടങ്ങൾ അവർക്കായിട്ട് കൊടുക്കാൻ നിർബന്ധിതമാകുമ്പോൾ നിങ്ങൾ സ്വയം പരിഹസിതരും അപഹാസ്യതരുമായി തീരും. അങ്ങനെ വരാതിരിക്കുന്നതിനുള്ള വിവേകം നിങ്ങൾക്കുണ്ടാകണം എന്ന് യേശു ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ സമ്മേളനത്തിലേക്കോ സദ്യക്കോ വിരുന്നിനോ ആരെങ്കിലും ക്ഷണിക്കുമ്പോൾ നിങ്ങളെപ്പറ്റി തന്നെയുള്ള ധാരണയനുസരിച്ച് അർഹമായ ഇരിപ്പിടങ്ങൾ എന്ന് വിചാരിക്കുന്ന ഇരിപ്പിടത്തിനേക്കാൾ താഴ്ന്ന ഇരിപ്പിടങ്ങള് നിങ്ങൾ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ നിങ്ങളെ ക്ഷണിച്ചവൻ വന്ന് നിങ്ങളെ പ്രധാനപ്പെട്ട പീഠത്തിലേക്ക് ആനയിക്കുമ്പോൾ സമൂഹത്തിൽ നിങ്ങൾക്ക് ബഹുമാനം വർദ്ധിക്കാനേ ഇടവരുത്തുകയുള്ളൂ. അത് സാമാന്യമായിട്ടുള്ള ഒരു വിവേകത്തിന്റെ പ്രവർത്തനമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഷ്ഠിച്ചു കാണാൻ ഇടവരണം. അതോടുകൂടെ തന്നെ അതിഥികൾക്കായിട്ട് നൽകുന്ന ഈ നിർദ്ദേശത്തോടുകൂടെ ആതിഥേയന്മാരെയും യേശു മറക്കുന്നില്ല. അവർക്കായിട്ട് യേശു ഒരു ഉപദേശവും കൂടി കൊടുക്കുന്നതായിട്ട് നാം കാണുന്നു. നിങ്ങൾ ഒരു സദ്യയോ വിരുന്നോ ഒരുക്കുമ്പോൾ അതിനെ സമൂഹത്തിലെ
ഉന്നതസ്ഥാനീയരെ മാത്രം വിളിച്ചുകൊണ്ട് നിങ്ങളുടെ പൊങ്ങച്ചവും നിങ്ങളുടെ ക്ഷേമതരവും കാണിക്കുന്നതിനുള്ളൊരു വേദിയാക്കി തീർക്കരുത്. അത് അല്പത്വത്തിന്റെ ലക്ഷണമായിട്ട് കരുതപ്പെടാനേ ഇടവരുകയുള്ളൂ. നിങ്ങൾക്ക് സമൂഹത്തിനോട് പൊതുവിലുള്ള കടപ്പാടും നന്ദിയും നിലനിർത്തുന്നതിനും പ്രകാശിപ്പിക്കുന്നതിനുമുള്ള ഒരു അവസരവും കൂടി അത്തരം വേദികളായിട്ട് മാറ്റണം. എന്നാൽ സുവിശേഷത്തിന്റെ ചില വിവർത്തനങ്ങളിൽ നാം കാണുന്നു, ആതിഥേയനുള്ള ഉപദേശത്തിൽ യേശു നിർദ്ദേശിക്കുന്നതായിട്ട് നിങ്ങൾ സദ്യ ഒരുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബക്കാരെ, സ്വന്തപ്പെട്ടവരെ വിളിക്കരുത് എന്ന് യേശു പറഞ്ഞു എന്ന്. ഒരിക്കലും അങ്ങനെ യേശു പറഞ്ഞു കാണാൻ വഴിയില്ല എന്നാണ് എന്റെ ഉത്തമ ബോധ്യം. സ്വന്തപ്പെട്ടവരെയും കുടുംബാംഗങ്ങളെയും വിളിച്ചില്ലെങ്കിൽ അത് തന്നെ സമൂഹത്തില് ഭിന്നിപ്പുണ്ടാക്കാൻ ഇടവരും, അസ്വസ്ഥതകൾക്ക് നിദാനമായി തീരും. അത് യേശു പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നല്ല. യേശു പറഞ്ഞിരിക്കുക, നിങ്ങൾ സദ്യക്ക് ക്ഷണിക്കുമ്പോൾ കുടുംബാംഗങ്ങളെ മാത്രം, സ്വന്തപ്പെട്ടവരെ മാത്രം, അതും സ്വാധീനമുള്ളവരെയും കേമന്മാരെയും മാത്രം തെരഞ്ഞെടുത്ത് വിളിക്കാതെ പാവപ്പെട്ടവരെ നിങ്ങൾ ഒറ്റപ്പെടുത്താൻ ഇടവരരുത്. നിങ്ങളുടെ മാനദണ്ഡം പണമോ സ്വാധീനമോ കേമത്തരോ ആയിത്തീരരുത്. ഓരോ മനുഷ്യനും ദൈവത്തിന്റെ മുമ്പിൽ വിലപ്പെട്ടവരാണ്. പണമുള്ളവനും പണമില്ലാത്തവനും, ദരിദ്രനും ധനവാനും. അതുകൊണ്ട് ധനത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വേർതിരിക്കാതെ മനുഷ്യത്വത്തിന്റെ പേരിൽ സമൂഹത്തിനോടുള്ള പൊതു കടപ്പാട്, സമൂഹത്തിനോടുള്ള നന്ദി, സമൂഹത്തിനോടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ ഉതകുന്ന വിധത്തിലായിരിക്കണം നിങ്ങൾ ക്ഷണിതാക്കളെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന നിർദ്ദേശമാണ് ആതിഥേയന് യേശു നൽകുന്നതായിട്ട് നാം കാണുക. ചുരുക്കത്തിൽ, തന്നിൽ വിശ്വസിക്കുന്ന തന്റെ മക്കള് സാമാന്യം വിവേകത്തിലും ഔചിത്യപൂർണമായും പെരുമാറേണ്ടത് ആവശ്യത്തെപ്പറ്റി യേശു പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ സുവിശേഷം എന്ന് ധരിക്കുന്നതിൽ ഭാഗതയില്ല.